ദജ്ജാൽ എന്താണ് നമ്മുടെ ഭാവനയിലെ ദജ്ജാൽ? ചിലര് പറയുന്നു അത് വ്യക്തിയല്ല, അത് പാശ്ചാത്യൻ ശക്തിയാണ്. മനസ്സിലായില്ലേ? ദജ്ജാൽ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ എന്തിനാണ് ഊഹാപോഹങ്ങളിലേക്ക് കടക്കുന്നത്? നമ്മുടെ നേതാവ്, നമ്മുടെ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ അവിടെ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു യാഥാർത്ഥ്യമാണ് ദജ്ജാൽ. അത് മാത്രമല്ല, എല്ലാ മാമിൻ നബിയിൻ ഇല്ലാ വഖദ് അൻദറ ഉമ്മതഹു അൽ അഅ്വർ അൽ കദ്ദാബ്. ഈ ലോകത്ത് വന്ന എല്ലാ നബിമാരും, പരിശുദ്ധ തൗഹീദിന്റെ പ്രബോധനത്തിന് നിയുക്തരായ എല്ലാ നബിമാരും ദജ്ജാലിനെ പറ്റി മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹദീസുകൾ നിരവധി ദജ്ജാലിന്റെ വിഷയത്തിലുണ്ട്. നമ്മുടെ ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ ഒരു അധ്യായം തന്നെ ദജ്ജാലിന് പറയാൻ വേണ്ടി അശ്റാത്തു സാഅയോടനുബന്ധിച്ച് കൊടുക്കപ്പെട്ടിട്ടുണ്ട്. നോക്കൂ, ദജ്ജാൽ എപ്പോഴാ പുറപ്പെടുന്നത്, എവിടെയാ പ്രത്യക്ഷപ്പെടുന്നത്, എത്ര കാലം ജീവിക്കും, എന്താ അവന്റെ ഫിത്നകൾ എന്ന് അള്ളാഹുവിന്റെ റസൂല് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. നമ്മുടെ ക്രൈസ്തവ സഹോദരങ്ങൾ ദജ്ജാലിനെ കാണുന്നത് ഭയത്തോടു കൂടിയാണ്. ആന്റി ക്രൈസ്റ്റ് കണ്ടോ, അവര് പറയുന്നത് ആന്റി ക്രൈസ്റ്റ് എന്നാണ്. നമ്മുടെ ക്രൈസ്തവ സഹോദരന്മാർ പറയുന്നത് കാട്ടുജീവി എന്നാണ്, നിഷ്ഠൂരൻ എന്നാണ് ദജ്ജാലിനെ പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മുത്തുനബി പറഞ്ഞു, ഇന്നഹു ഖാരിജുൻ ഖല്ലാ ബൈന ശാമി വൽ ഇറാഖ്. അവൻ പുറപ്പെടുന്നത് ഖല്ലാ എന്ന സ്ഥലത്താണ്. ഷാമിന്റെയും ഇറാഖിന്റെയും, സിറിയയുടെയും ഇറാഖിന്റെയും ഇടയിൽ ഖല്ലാ എന്നൊരു സ്ഥലമുണ്ട്. അവിടെയാണ് അവൻ പുറപ്പെടുന്നത്. ലുബ്സുഹു ഫിൽ അർളി 40 യൗമ. ഭൂമിയിൽ 40 ദിവസം താമസിക്കും. യൗമുൻ കസന. ഒന്നാമത്തെ ദിവസം ഒരു കൊല്ലത്തിന്റെ നീളമാ, രണ്ടാമത്തെ ദിവസം ഒരു മാസത്തിന്റെ ദൈർഘ്യമാ, മൂന്നാമത്തെ ദിവസം ഒരു ആഴ്ചയുടെ ദൈർഘ്യമാ. വസായിറു അയ്യാമിഹി കഅയ്യാമിക്കും. മറ്റു ദിവസങ്ങൾ നിങ്ങളുടെ ദിവസം പോലെയാ. അപ്പോ സഹാബത്ത് ചോദിച്ചു, അവൻ പുറപ്പെട്ടു ഒന്നാമത്തെ ദിവസത്തിന് ഒരു കൊല്ലത്തിന്റെ ദൈർഘ്യമാണെങ്കിൽ ഞങ്ങളുടെ നമസ്കാരം 5 നേരം നമസ്കരിച്ചാൽ മതിയോ? അവിടെ നിന്ന് പറഞ്ഞില്ല, 5 നേരം നമസ്കരിച്ചാൽ പോരാ, നിങ്ങൾ സമയം കണക്കാക്കി നമസ്കരിച്ചോ എന്ന് മൽഹറുൽ അതം മുഹമ്മദ് മുസ്തഫ. നോക്കൂ, അവൻ ഭൂമി മുഴുവനും സഞ്ചരിക്കും. ഭൂമി മുഴുവനും സഞ്ചരിക്കും. ഇരു ഹറമുകളിൽ അവന് പ്രവേശനമില്ല. മക്ക മദീനയിൽ പ്രവേശനമില്ല. ഒരു റിവായത്തിൽ ബൈത്തുൽ മുഖദ്ദസും എന്നും വന്നിട്ടുണ്ട്. മക്കയുടെയും മദീനയുടെയും ഓരോ പാതയിലും റോഡുകളിലും ഈ 2 മലക്കുകൾ ഊരിപ്പിടിച്ച വാളുമായി അവനെ പ്രതിരോധിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ദജ്ജാൽ പുറപ്പെട്ടാൽ മക്ക മദീനയിലേക്ക് നോ അഡ്മിഷൻ. അവന് കറക്കാൻ പറ്റൂല. മലക്കുകൾ ഊരിപ്പിടിച്ച വാളുമായി നിൽക്കുക. അവൻ പേടിച്ചോടുമെന്നാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അവനെ കണ്ടാൽ ഫമൻ ലഖിയഹു മിൻകും, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും ദജ്ജാലിനെ കണ്ടാൽ ഫൽയഖറ ഫവാതിഹ സൂറത്തുൽ കഹ്ഫ്. സൂറത്തുൽ കഹ്ഫിലെ ആദ്യത്തെ ആയത്തുകൾ ഓതിക്കൊള്ളട്ടെ. മറ്റൊരു ഹദീസിൽ വരുന്നു, മൻ ഹഫിള 10 ആയാതിൻ മിൻ അഹൽ സൂറത്തുൽ കഹ്ഫ്. സൂറത്തുൽ കഹ്ഫിലെ ആദ്യത്തെ 10 ആയത്തുകൾ ആരെങ്കിലും ബൈഹാർട്ടാക്കിയാൽ ഉസിമ മിനദ് ദജ്ജാൽ, ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്നും അഭയം തേടുമെന്ന് മുഹമ്മദ് മുസ്തഫ. കണ്ടോ, മറ്റൊരു ഹദീസിൽ കാണാം, പർവ്വതങ്ങളിലേക്ക് കയറിയാലും രക്ഷപ്പെടാം. ലയഫിറന്നാസു ഇലൽ ജിബാൽ. പർവ്വതങ്ങളിലേക്ക് ദജ്ജാൽ വരുമ്പോ ജനങ്ങൾ ഓടിക്കേറുമെന്നാണ്. അള്ളാഹു നമ്മളെല്ലാം കാത്തുരക്ഷിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അങ്ങനെ ദജ്ജാൽ ഭൂമുഖത്ത് കുഴപ്പങ്ങൾ നടത്തുകയാണ്. ഹദീസിൽ വരുന്നുണ്ട്, അവൻ പല അമാനുഷിക സംഭവങ്ങളും കാണിക്കും. അവൻ ആകാശത്തോട് പറയുമ്പോൾ മഴ പെയ്യും. നോക്കൂ, അവൻ മരണപ്പെട്ടവരെ ജീവിപ്പിക്കും. ഒരുപാട് അത്ഭുതങ്ങൾ അവൻ കാണിക്കും. അവൻ രംഗത്ത് വരുന്നത് റബ്ബാണെന്നും വാദിച്ചുകൊണ്ടാണ്. അവന്റെ പിന്നാലെ ജൂതന്മാർ അനുഗമിക്കും. 70,000 ജൂതന്മാർ അവനെ പിൻപറ്റുമെന്ന് ഹദീസിൽ വരുന്നുണ്ട്. ദജ്ജാൽ പുറപ്പെട്ടു കഴിഞ്ഞാൽ സത്യവിശ്വാസികളിൽ നിന്നും ഒരു സത്യവിശ്വാസി അവന്റെ മുന്നോട്ട് ചെല്ലുമ്പോൾ അവന്റെ കിങ്കരന്മാരായ പട്ടാളം തടഞ്ഞു വെക്കും. ഹദീസാണ്, പട്ടാളം തടഞ്ഞു വെക്കും. ദജ്ജാൽ പറയും, അവനെ എന്റെ അടുത്തേക്ക് വിടൂ.
പട്ടാളക്കാർ അവനെ കൊല്ലാനൊരുങ്ങും. അപ്പോൾ ദജ്ജാൽ പറയും, എന്റെ അടുത്തേക്ക് വിടൂ. അങ്ങനെ ആ മനുഷ്യനെ ദജ്ജാലിന്റെ അടുത്തേക്ക് വിടുമ്പോൾ ദജ്ജാൽ ചോദിക്കും, അവമാ തുഅ്മിനു, നിനക്ക് വിശ്വാസമില്ലേ ഞാൻ റബ്ബാണെന്ന്? എനിക്ക് മനസ്സിലായി, അന്തൽ കല്ലാബ്, നീ കള്ളനാണ്, നീ മിഥ്യയാണ്. എന്റെ പ്രവാചകൻ പറഞ്ഞ ലക്ഷണങ്ങൾ നിന്റെ ദേഹത്തുണ്ട്, നീ റബ്ബല്ല. നോക്കൂ, ആ സമയത്ത് ദജ്ജാൽ അവന്റെ കിങ്കരന്മാരോട് പറയും, ഈ മനുഷ്യനെ ഊരിപ്പിടിച്ച വാളുകൊണ്ട് 2 പിളർപ്പാക്കണം. അങ്ങനെ ആ മനുഷ്യന്റെ നെറുകന്തലയിൽ വാള് വെച്ചുകൊണ്ട്, അതാ ഈർച്ചയുള്ള വാളുകൊണ്ട് ഛേദിക്കുകയാണ്. 2 കഷ്ണങ്ങളായി അദ്ദേഹം നിലത്തേക്ക് വീഴുകയാണ്. അവരുടെ ഇടയിലൂടെ ദജ്ജാൽ കടക്കും. എന്നിട്ട് ആ മനുഷ്യനെ എഴുന്നേൽപ്പിക്കും, വീണ്ടും ജീവിപ്പിക്കുകയാണ്. നിനക്ക് വിശ്വാസമുണ്ടോ ഞാൻ റബ്ബാണെന്ന്? അപ്പോൾ ആ മനുഷ്യൻ പറയുന്ന ഒരു വാക്കുണ്ട്, വല്ലാത്ത വാക്കാം, എനിക്കിപ്പോൾ കൂടുതൽ വിശ്വാസമായി, നീ കള്ളനാണ്, എന്റെ ഹബീബായ മുത്ത് നിന്നെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. വീണ്ടും നിഷേധിക്കും. യതഹല്ലലു വജ്ഹുഹു, ആ മനുഷ്യന്റെ മുഖം ഇങ്ങനെ പ്രകാശിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ദജ്ജാലിന്റെ ക്രോധം വർദ്ധിക്കും. വീണ്ടും ദജ്ജാൽ അയാളെ കൊല്ലാനൊരുങ്ങുമ്പോൾ അതിന് കഴിയുകയില്ല. അല്ലാഹു ശിരസ് മുതൽ അദ്ദേഹത്തിന്റെ നെഞ്ചുവരെ പടച്ചവൻ മുറിയാത്ത രൂപത്തിൽ സംവിധാനിക്കുകയാണ്. മുത്തുനബി പറയുകയാണ്, ഫഹുവ അഅലമു ഷഹാദതൻ ഇൻദ റബ്ബിൽ ആലമീൻ, അല്ലാഹുവിന്റെ അടുക്കലുള്ള ഏറ്റവും മഹത്തായ രക്തസാക്ഷിത്വമാണ് അദ്ദേഹത്തിന് കിട്ടിയത്. അങ്ങനെ 2ാം വട്ടവും അയാൾ നിഷേധിക്കുമ്പോൾ ദജ്ജാൽ അദ്ദേഹത്തെ പിടിക്കുന്നു. അതാ ചുരുട്ടിക്കൂട്ടി ദജ്ജാലിന്റെ നരകത്തിലേക്ക് ഇടുന്നു. അല്ലാഹു അത് സ്വർഗമായി മാറ്റുകയാണെന്ന് മുഹമ്മദ് മുസ്തഫ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ദജ്ജാൽ എല്ലാ സ്ഥലത്തും കയറി ഇറങ്ങി മുഅ്മിനീങ്ങളുടെ വിശ്വാസത്തിന് ഇടിവും ഭ്രംശവും സംഭവിപ്പിച്ചുകൊണ്ട് മുന്നേറുന്ന സമയം, ഇമാം മഹ്ദി ജീവിച്ചിരിക്കുന്ന സമയം, അതാ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ദജ്ജാലിന്റെ ആഗമനത്തെ തുരത്താൻ, ദജ്ജാലിന്റെ ധ്വംസനത്തിന് വേണ്ടി, ദജ്ജാലിനെ വധിക്കുന്നതിന് വേണ്ടി അല്ലാഹു ഖിയാമത്തിന്റെ 3ാമത്തെ അടയാളം ഈസാ നബിയുടെ പുനരാഗമനം സംഭവിക്കുകയാണ്. സൂറത്തു സുഖ്റുഫിൽ അല്ലാഹു പറഞ്ഞു, 61ാമത്തെ സൂക്തം, വഇന്നഹു ലഇൽമുൻ ലിസ്സാഅ ഫലാ തംതറുന്ന ബിഹാ വത്തബിഊനി ഹാദാ സിറാത്തും മുസ്തഖീം. വഇന്നഹു ലമീർ മടങ്ങുന്നത് ഈസാ നബിയിലേക്കാണ്. വഇന്നഹു ലഇൽമുൻ ലിസ്സാഅ, ഖിയാമത്തിന്റെ അടയാളമാണ് ഈസാ നബി. അല്ലാഹു പറയുകയാണ് ഖുർആനിൽ, ഹദീസിൽ വരുന്നു, യൻസിലു ഈസാ ഇബ്നു മർയമ, ഈസാ നബി ഇറങ്ങി വരും, ഇൻദൽ മനാറത്തിൽ ബൈളാ ശർഖിയ ദിമഷ്ക, ഡമാസ്കസ്, സിറിയയുടെ ക്യാപിറ്റൽ സിറ്റിയാണ് ഡമാസ്കസ്. ഡമാസ്കസ് പട്ടണത്തിന്റെ കിഴക്ക് ഭാഗത്തുള്ള മസ്ജിദിന്റെ വെളുത്ത മുനാരത്തിൽ ഇറങ്ങും ഈസാ നബി. മഹ്സൂദത്തൈൻ ബൈന മഹ്സൂദത്തൈൻ, ഒരു മുണ്ടും ഒരു തട്ടവും ധരിച്ചുകൊണ്ട്, മഞ്ഞ കളർ ഉള്ള 2 വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട്, വാലിഅൻ കഫൈ അലാ അജ്നിഹത്തി മലക്കൈൻ, 2 മലക്കുകളുടെ തോളിൽ കൈവച്ചുകൊണ്ട്. ഹദീസിൽ കാണാം, താടി തലമുടിയിൽ നിന്നും തുഷാര ബിന്ദുക്കൾ ഇറ്റിറ്റു വീഴുന്ന അവസ്ഥയിൽ ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങി വരും. ആ സമയത്ത് ഇത് ഉഖീമത്തിസ്സലാ, നമസ്കാരത്തിന് വേണ്ടി ഇഖാമത്ത് കൊടുക്കപ്പെടുകയാണ്. നോക്കൂ, ഒരു റിവായത്തിൽ ഈസാ നബി ഇമാമത്ത് നിൽക്കും എന്ന് വന്നിട്ടുണ്ട്. മറ്റൊരു റിവായത്തിൽ ഇമാം മഹ്ദി കൈകെട്ടി കഴിയുമ്പോൾ ഈസാ നബി പ്രത്യക്ഷപ്പെടും. ഇമാം മഹ്ദി ഈസാ നബിയുടെ ആഗമനം തിരിച്ചറിഞ്ഞുകൊണ്ട് പുറകിലേക്ക് മാറാൻ പോകുമ്പോൾ ഈസാ നബി ആംഗ്യം കാണിക്കും, അങ്ങ് തന്നെ ഇമാമത്ത് നിൽക്കണം. റിവായത്തുകൾ പല രൂപത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ സഹോദരന്മാരെ, പ്രബലമായ റിവായത്തിൽ സുബഹിയാണെന്ന് വരുന്നുണ്ട്. ആ നമസ്കാരം ഒരു റിവായത്തിൽ അസ്റാണെന്നും വരുന്നുണ്ട്. അങ്ങനെ ജമാഅത്തായി നിർവഹിച്ച നമസ്കാരം നിർവഹിച്ചു കഴിയുമ്പോൾ ഈസാ നബിയും മഹ്ദിയും ഇമാം മഹ്ദിയും വിശ്വാസി സമൂഹവും പുറത്തേക്കിറങ്ങും. ഫയതുലുബുഹു,
ദജ്ജാലിനെ തേടുകയാണ് വയഖ്തുലുഹു, അങ്ങനെ ദജ്ജാലിനെ കണ്ടുമുട്ടും, ദജ്ജാലിനെ കൊല്ലുകയും ചെയ്യും. ബിബാബിലുദ്, ബാബിലുദ് എന്ന സ്ഥലത്ത് വെച്ച്, ബാബുലുദ് എന്ന സ്ഥലത്ത് വെച്ച്, LUDD, ഇന്ന് ബാബുലുദ് എന്ന പേരിൽ ഒരു എയർപോർട്ട് വന്നിട്ടുണ്ട്. ഇസ്രയേലിന്റെ അകത്താണ്. ഇസ്രയേൽ എന്ന് പറഞ്ഞ രാജ്യമില്ലല്ലോ, ഫലസ്തീനായിരുന്നു മുസ്ലിമീങ്ങളുടെ രാജ്യമാണ്. മുസ്ലിമീങ്ങളെ ഇറക്കി വിട്ടിട്ട് ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള ജൂതന്മാരെ കൊണ്ടുവന്ന് കുടിയിരുത്തിയത് 48-ൽ അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്. ഫലസ്തീൻ ഇഷ്യൂ ഇവിടെ ജനിപ്പിച്ചതും ഇന്നും അത് ചൂടാറാതെ നിർത്തുന്നതും ലക്ഷക്കണക്കിന് മുസ്ലിമുകളെ കൊന്നൊടുക്കുന്നതും സുഹൃത്തുക്കളെ അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്. 48-ല് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയത് 47-ല്. ഫലസ്തീൻ ഇഷ്യൂ പറയുന്ന പുസ്തകങ്ങളുണ്ട്, മേടിച്ച് വായിച്ചു നോക്കി. ഇന്നും അത് തുടരുകയാണ്. നോക്കൂ, പുതിയ അമേരിക്കൻ പ്രസിഡന്റ് എന്താ പറഞ്ഞത്? 7 മുസ്ലിം രാജ്യങ്ങളിൽ നിന്നുള്ള മുസ്ലിമീങ്ങളെ അമേരിക്കയിൽ കടത്തുകയില്ല അല്ലേ? അമേരിക്കയുടെയും മെക്സിക്കോ അല്ലേ, കാനഡയോ ഇടയിൽ മതിൽ പണിയും അല്ലേ? മെക്സിക്കോ. ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന വ്യക്തി, നമ്മളൊക്കെ വിചാരിച്ചു അയാൾ അമേരിക്കയിൽ വരൂല, ഹിലാരി ക്ലിന്റൺ ആയിരിക്കും വരിക, കാരണം ഇത്ര വർഗീയവാദി, ഇത്ര വംശീയവാദി. പക്ഷേ അദ്ദേഹത്തെ ജയിപ്പിച്ചു. കൃത്രിമമായി ഇടപെടലുകൾ ഉണ്ടായി, മീഡിയകൾ ഒരുപാട്, റഷ്യ വരെ പണിപെട്ടു അമേരിക്കയിൽ ട്രംപ് വരാൻ. അതൊക്കെ പൊളിറ്റിക്സ് അല്ലേ? പ്രിയപ്പെട്ട സഹോദരന്മാരെ, 48 മുതൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഇഷ്യൂ നോക്കൂ. അവസാനം ആ ഇഷ്യൂവിനെ പറ്റി അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഉംറാനു ബൈത്തുൽ മഖ്ദിസി ഖറാബു യസ്രിബ. ബൈത്തുൽ മുഖദ്ദസുള്ള, മസ്ജിദുൽ അഖ്സയുള്ള ഫലസ്തീനിലെ ജെറൂസലമിലെ പള്ളി, അതിനു ചുറ്റിലും ജൂതന്മാർ യഹൂദികളെ കൊണ്ടുവന്നിരുത്താൻ വീടുകൾ ഉണ്ടാക്കുകയാണ്, പാർപ്പിട സമൂഹങ്ങൾ. ഈ വിനീതൻ കഴിഞ്ഞ വർഷം ബൈത്തുൽ മുഖദ്ദസിൽ ചെന്നപ്പോ എനിക്കത് കാണാൻ സാധിച്ചു. 2 നിറമാണ് അവിടത്തെ വീടുകളുടെ ഷീറ്റുകൾക്കുള്ളത്. ഒന്ന് ഓട് നിറം, മറ്റൊന്ന് ഗ്രീൻ കളർ. ഓടും ഗ്രീനും. ഓടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കാവി കളർ, അതാണ്. ആ പെയിന്റ് അടിക്കണമെന്നാണ് നിയമം. എന്തിനാ? മുസൽമാന്റെ വീട് തിരിച്ചറിയാൻ. പച്ചയും ഓട് വർണ്ണത്തിലുള്ള കളറുകൾ, അതിൽ സഹോദരങ്ങളെ പച്ച വീട് ജൂതന്റേതാണ്, ഓട് നിറത്തിലുള്ളത് മുസ്ലിങ്ങളുടേതാണ്. ആകാശ അക്രമങ്ങൾ വരുമ്പോൾ, ഷെല്ല് വർഷിക്കുമ്പോൾ ഓട് നിറത്തിലുള്ള വീടുകളിലേക്ക് അവർ ഷെല്ല് വർഷിക്കുന്നു, മുസ്ലിമീങ്ങളെ കൊല്ലുന്നു. ഇങ്ങനെ ബൈത്തുൽ മുഖദ്ദസിന്റെ ചുറ്റിലുമുള്ള മുസ്ലിമീങ്ങളുടെ സ്ഥലത്ത് ജൂതന്മാർ വീട് പണിതുകൊണ്ടിരിക്കുകയാണ്. ഉംറാനു ബൈത്തുൽ മഖ്ദിസി ഖറാബു യസ്രിബ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മുസ്ലിമിന്റെ ഹദീസ് ഒന്ന് ചിന്തിക്കണേ. നോക്കൂ, യസ്രിബിന്റെ തകർച്ചയ്ക്ക് കാരണമാകും. യസ്രിബ് എന്ന് പറഞ്ഞാൽ മദീനയുടെ പഴയ പേരാണ്. മദീന നഗരി ആക്രമിക്കപ്പെടും. ലോകത്തുള്ള ജൂതന്മാർ, സിയോണിസ്റ്റുകൾ സിയോൺ മലയിൽ വെച്ച് പ്രതിജ്ഞ എടുത്തതാണ്, രക്തത്തിൽ മുക്കി പ്രതിജ്ഞ എടുത്തതാണ്. മദീന ഉൾപ്പെടെയുള്ള രാഷ്ട്രം ഇസ്രയേൽ വികസിപ്പിക്കും. ജൂതന്റെ രാഷ്ട്രം ഇസ്രയേൽ മദീന വരെ കൊണ്ടുവന്ന് വികസിപ്പിക്കും. അതിന് ബ്ലഡിൽ അവർ വിരൽ മുക്കി പ്രതിജ്ഞ എടുത്തതാണ്. സിയോൺ എന്ന് പറഞ്ഞൊരു കൊച്ചുമലയാ, ഞങ്ങൾ അവിടെ പോയി. സിയോൺ ബൈത്തുൽ മുഖദ്ദസിന്റെ അടുത്ത് തന്നെയാണത്. അല്ലാഹു പടച്ചോ നമുക്കൊക്കെ ബൈത്തുൽ മുഖദ്ദസ് കാണാൻ തൗഫീക്ക് നൽകട്ടെ. ആമീൻ മാത്രം പറഞ്ഞാൽ പോരാ, ഒരു 90,000 രൂപ, 1,00,000 രൂപ മുടക്കണം. ആമീൻ കൊണ്ടല്ലേ? 5 രാഷ്ട്രങ്ങൾ. ഇമാമുന ഷാഫി തങ്ങളുടെ അരികൾ ഞങ്ങളെത്തി. ഹസൻ ബസരി, ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം, മൂസ അലൈഹിസ്സലാം, ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം, ലുഖ്മാനുൽ ഹക്കീം, ദാനിയൽ അലൈഹിസ്സലാം. പിന്നെ ഖുർആൻ പറഞ്ഞ ദുഷ്ടൻ ഫറോവ, ഫിർഔൻ, അവനെ ഉടലോടെ കണ്ടു കണ്ണാടിക്കൂട്ടിൽ ഇങ്ങനെ കിടക്കുകയാ. എംബാം ഒന്നും ചെയ്തിട്ടില്ല, എംബാം ചെയ്യേണ്ട ആവശ്യമില്ല. അള്ളാഹു പറഞ്ഞു, അൽയൗമ നുനജ്ജീക ബിബദനിക്, എടാ നിന്നെ ഇന്ന് ഞാൻ രക്ഷിക്കും. ലിതകൂന ലിമൻ ഖൽഫക ആയ, ശേഷം വരുന്ന ധിക്കാരികൾക്ക്, സ്വേച്ഛാധിപതികൾക്ക്, ഹിറ്റ്ലർ പോലുള്ള ആളുകൾക്ക് നീ ഒരു ഗുണപാഠമാകണം. ജനങ്ങളെ അടക്കി ഭരിക്കുന്ന സ്വേച്ഛാധിപതികൾക്ക് നീ ഒരു ഗുണപാഠമാകണം. ഫറോവയെ കണ്ടു, ഖാറൂനിന്റെ കൊട്ടാരം കണ്ടു. ഈജിപ്റ്റ്, ഇസ്രയേല്, ഫലസ്തീൻ, ജോർദാൻ. ഞങ്ങൾ ഏറ്റവും ആകർഷിച്ചത് അസ്ഹാബുൽ കഹ്ഫിന്റെ ഗുഹയാണ്. ഇപ്പൊ വെള്ളിയാഴ്ച സൂറത്തുൽ കഹ്ഫ് ഓതുമ്പോൾ അത് മനസ്സിൽ ഇങ്ങനെ വരികയാ.
മനസ്സിലിങ്ങനെ വരികയാണ്. ജെറൂസലം ബൈത്തുൽ മുഖദ്ദസിന് ചുറ്റിൽ നിന്നും അറബികളായ ഫലസ്തീനികളെ ഇറക്കി വിട്ടിട്ട് ജൂതന്മാർ പാർപ്പിടങ്ങൾ പണിത് പാർപ്പിട സമുച്ചയം നിർമ്മിക്കുന്നത് മദീന പട്ടണത്തിന്റെ തകർച്ചയ്ക്ക് കാരണമാകും. ഖറാബു യസ്രിബ് വഖറാബു യസ്രിബ, മദീന പട്ടണത്തിന്റെ തകർച്ച ഖുറൂജുൽ മൽഹമ, മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ കാരണമാണ്. സുഹൃത്തുക്കളെ, മൂന്നാം ലോക മഹായുദ്ധം നടക്കുമെന്ന് ഹദീസിലുണ്ട്. ജൂത ക്രൈസ്തവർ ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ് ആർമഗഡൻ യുദ്ധം. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് മൽഹമത്തുൽ കുബ്ര എന്നാണ്. ആർമഗഡൻ എന്ന് പറയുന്നത് സിറിയയുടെയും ഫലസ്തീന്റെയും ഭാഗത്താണ്. ഉണ്ടോ? لا تقوم الساعة حتى ينزل الروم بالأعماق وذابك. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സിറിയയിലെ രണ്ട് സ്ഥലമാണ് അഅമാഖ്, ദാബിഖ്. അവിടെ പാശ്ചാത്യൻ പട്ടാളം ഇറങ്ങാതെ ലോകം അവസാനിക്കുകയില്ല. കണ്ടോ? മൂന്നാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടും. മൽഹമത്തുൽ കുബ്ര. ഒന്നാം ലോക മഹായുദ്ധം, വേൾഡ് സെക്കൻഡ് വാർ ഒക്കെ കണ്ട കാരണവന്മാർ സറസിൽ കാണും അല്ലെ. ഇനി ഒരു മൂന്നാം ലോക മഹായുദ്ധമുണ്ട്. അതിനു മുമ്പ് ഒരു സഖ്യയുദ്ധം നടക്കും. സഖ്യയുദ്ധം, മുസ്ലിമീങ്ങളും അമേരിക്കയും യൂറോപ്പും എല്ലാം കൂടി ഒരു സഖ്യം ഉണ്ടാക്കും. സഖ്യയുദ്ധം. ആരോടാ യുദ്ധം ചെയ്യുന്നത്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ലതുസാലിഹൂന റൂമ സുൽഹൻ ആമിനാ. നിങ്ങളും പാശ്ചാത്യ ശക്തികളുമായി ഒരു അനുരഞ്ജനം, ഒരു കരാർ സൃഷ്ടിക്കും. എന്നിട്ട് നിങ്ങൾ യുദ്ധം ചെയ്യും. അദുവൻ മിൻ വറാഇക്കും, ഒരു റിവായത്തിൽ അദുവൻ മിൻ വറാഇഹിം, അവരുടെ പുറകിലുള്ള ശത്രുവിനോട്, നിങ്ങളുടെ പുറകിലുള്ള ശത്രുവിനോട്. ആരാണ് ഈ പുറകിലുള്ള ശത്രു? മുത്തുനബി പറഞ്ഞിട്ടില്ല. ആരായിരിക്കും? IS ആയിരിക്കാം. നോക്കൂ, ഇപ്പൊ ഇസ്ലാമിക രാജ്യങ്ങളും അമേരിക്കയും എല്ലാവരും കൂടി ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് IS-നെ തുടച്ചു നീക്കുമെന്ന. പുടിൻ റഷ്യയില് അല്ലേ? നമ്മുടെ സിറിയയുടെ അവസ്ഥ എന്താ ഇപ്പോ? വല്ലാത്തൊരവസ്ഥയാണല്ലേ. അവരുടെ പുറകിലുള്ള ശത്രു, നിങ്ങളുടെ പുറകിലുള്ള ശത്രു. നോക്കൂ, മുസ്ലിമീങ്ങളും പാശ്ചാത്യ ശക്തികളും സൈനിക സഖ്യമുണ്ടാക്കി അവരുടെ പുറകിലുള്ള ശത്രുവിനോട് പോരാടും. രണ്ടാമത്തെ അഭിപ്രായം അവർ ചൈനയോ റഷ്യയോ ആകാമെന്ന. ഒന്നാമത്തെ അഭിപ്രായം IS ചിലപ്പോ ആകാം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ്. രണ്ടാമത്തെ റഷ്യയോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളോ ആകാം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അങ്ങനെ മൽഹമത്തുൽ കുബ്ര പൊട്ടി പുറപ്പെട്ടു കഴിഞ്ഞാൽ സഹോദരന്മാരെ, ധാരാളം മുസ്ലിമീങ്ങൾ രക്തസാക്ഷിത്വം വഹിക്കും. നോക്കൂ, ജൂതന്മാർ കൊന്നൊടുക്കപ്പെടും. ജൂതന്മാരുടെ 2/3 വധിക്കപ്പെടും. അവരുടെ രാഷ്ട്രം, അവർക്ക് ഡെഡ് ബോഡി അടക്കി തീരാൻ തന്നെ 7 മാസം എടുക്കും. അവരുടെ നാടൊന്ന് ദുർഗന്ധത്തിൽ നിന്ന് ശുദ്ധീകരിക്കാൻ. കാരണം ഡെഡ് ബോഡികൾ കബറടക്കാൻ തന്നെ 7 മാസം എടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അന്നൊരു പക്ഷി പറന്നാൽ, ഡെഡ് ബോഡികളുടെ മുകളിലൂടെ ഒരു പക്ഷി പറന്ന് ചത്തു വീഴും. അത്രമാത്രം മയ്യിത്തുകൾ കൂമ്പാരമാകും. ആ ഹദീസുകളൊക്കെ പറയാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. മൂന്നാം ലോക മഹായുദ്ധം മൽഹമത്തുൽ കുബ്ര. നോക്കൂ, ആ യുദ്ധം ആർമഗഡൻ യുദ്ധം എന്ന് ജൂത ക്രൈസ്തവർ വിശ്വസിക്കുന്ന ആ യുദ്ധം, അവരുടെ വിശ്വാസം അവരെ രക്ഷിക്കുമെന്ന. പക്ഷേ ശരിക്കും അത് ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും സംരക്ഷിക്കും. അവസാനം വിജയം അല്ലാഹു ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും കൊടുക്കുമെന്ന് ഹദീസിൽ വരുന്നുണ്ട്. അങ്ങനെ മൽഹമത്തുൽ കുബ്ര പൊട്ടി പുറപ്പെട്ടാൽ ഫതഹുൽ ഖുസ്തൻതീനിയ, ഖുസ്തുൻതീനിയ എന്ന് പറയുന്ന തുർക്കി ഫതഹാവുകയാണ്. ഇപ്പോൾ അതിന്റെ എക്സിക്യൂട്ടീവ് മാത്രമാണ് ത്വയ്യിബ് ഉർദുഖാനാണ് ഭരിക്കുന്നത്. അതിന്റെ പട്ടാളം, മിലിറ്ററി ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല. അവർ സെക്യുലർ മൈൻഡിലാണുള്ളത്. അവര് കമാൽ അതാതുർക്കിന്റെ മൈൻഡിലാണുള്ളത്. കമാൽ അതാതുർക്കാണ് ബാങ്ക് വിളി നിരോധിച്ചത്, അറബി ഭാഷ പഠനം നിരോധിച്ചത്, മദ്രസ നിരോധിച്ചത്, പണ്ഡിതന്മാരെ ഒരുപാട് പേരെ ജയിലിലിട്ടു, വധിച്ചു. അത് സംഭവമാണ്. ആ സംഭവം പഠിച്ചു നോക്കുക. തുർക്കി, ആ തുർക്കി പൂർണ്ണമായി ഇസ്ലാമിലേക്ക് വരും. ആ തുർക്കി ഫതഹാക്കാൻ പോകുന്ന സൈന്യത്തിന്റെ കയ്യിൽ ആയുധമില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. അവരുടെ ആയുധം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റാണെന്ന് ഹദീസിൽ വരുന്നുണ്ട്. തുർക്കി ഓരോ ഭാഗം കീഴടങ്ങും.